അൻസിബ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നോർമൽ ആയിട്ടുള്ള പ്രേക്ഷകർക്ക് പോലും അൻസിബയെ ഒരുപാട് ഇഷ്ടമാണ്. ആ കുട്ടിയെ കണ്ടു പഠിക്കുകയാണ് വീട്ടമ്മമാര് പറയുന്നത്. നല്ല അച്ചടക്കമുള്ള കുട്ടി. അത് മാത്രമല്ല, ജാസ്മിനെതിരെ മികച്ച പോയിന്റ് വെച്ച് കളിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. യൂട്യൂബ് പോളുകളിൽ കൃത്യമായിട്ടുള്ള ലീഡ് ലഭിക്കുന്നുണ്ട്. ജിൻഡോയുടെ വോട്ടല്ല ലഭിക്കുന്നതെന്ന് ജിൻഡോക്കൊപ്പം പോൾ ഇടുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ട്. മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥാനം അൻസിബക്കുള്ള സമയത്താണ് അൻസിബ പുറത്താകുന്നത്. വോട്ടിംഗിൽ ബിഗ് ബോസ് തിരിമറി നടത്തില്ല എന്ന് വെൽക്കുകയാണെങ്കിൽ പോലും 9 പേരുടെ നോമിനേഷൻ ലിസ്റ്റിൽ നോറ ഇല്ല, നന്ദന ഇല്ല, സായ് ഇല്ല. ആ ഒരു സമയത്ത് ഈ ഒരു മൂന്നാമത്തെ എവിക്ഷൻ ഒഴിവാക്കാമായിരുന്നു. ഏറ്റവും അവസാനം വോട്ട് ലഭിച്ചിട്ടുള്ള കണ്ടസ്റ്റന്റ് അല്ല പുറത്തായിട്ടുള്ളത്. റസ്മീൻ പുറത്തായി, അപ്സര പുറത്തായി, ഇവിടെ അൻസിബ പുറത്തായി. ഈ ഒരു അവസരത്തിൽ ഋഷിയെക്കാളും ശ്രീധുവിനെക്കാട്ടിലും വോട്ട് അൻസിബക്ക് കുറവ് ലഭിക്കുന്നു പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എന്താണ് സംഭവം എന്നറിയില്ല. ഏതായാലും ബിഗ് ബോസ് വോട്ടിംഗിന്റെ കാര്യത്തിൽ തിരിമറി നടത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ, ഇൻ കേസ് ജാസ്മിൻ ആണ് അൻസിബയുടെ സ്ഥാനത്ത് വോട്ട് ലഭിക്കാതെ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രാവശ്യം ഞായറാഴ്ച എവിക്ഷൻ ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ബിഗ് ബോസിന് വേണമെങ്കിൽ അവിടെ ആ ഒരു എവിക്ഷൻ ഒഴിവാക്കി ഒരു മിഡ് വീക്ക് എവിക്ഷനോ അതല്ലെങ്കിൽ അടുത്ത ആഴ്ച 2 പേരെ പുറത്താകുന്ന രീതിയിലോ 3 പേരെ പുറത്താക്കുന്ന രീതിയിലോ കൊണ്ടുവരാമായിരുന്നു. ഇവിടെ അൻസിബ പുറത്തു പോയിട്ടുള്ളത് ഒരു പ്രേക്ഷകരും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമല്ല. വലിയ പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റന്റ് ആണ്. വീട്ടമ്മമാർക്ക് പോലും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആണ്. പോയിന്റുകൾ പറഞ്ഞ് ജാസ്മിനെ ഒതുക്കുന്ന കണ്ടസ്റ്റന്റ് ആണ്. ഇവിടെ അൻസിബ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഗുണമാകുന്നത് ജാസ്മിന് തന്നെയാണ്. ഇവിടെ ജാസ്മിന് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.